പത്തനംതിട്ട ഗവിയിൽ മിനാറിൽ കൊല്ലപ്പെട്ട യുവതി നേരിട്ടത് കൊടും ക്രൂരതയെന്ന് പോലീസ് പറയുന്നു. കഴുത്ത് ഞെരിച്ച വെള്ളത്തിൽ മുക്കിയാണ് യുവതിയെ കൊലപ്പെടുത്തിയത്. യുവതിയുടെ ശരീരത്തിൽ അതിഗുരുതരമായ 16 മുറിവുകൾ പോലീസ് കണ്ടെത്തി. യുവതിയെ പ്രതി ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്നാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് 24നോട് പറഞ്ഞത്. പത്തനംതിട്ട ഗവിയിൽ അംഗനവാടി ഹെൽപ്പറായിരുന്ന 32 വയസ്സുകാരി അതിക്രൂര പീഡനത്തിന് ഇരയായിട്ടാണ് കൊല്ലപ്പെട്ടത്. ഈ സംഭവത്തിൽ എന്തായാലും പ്രതിയെ സമയബന്ധിതമായിട്ട് പിടികൂടാൻ പോലീസിന് കഴിഞ്ഞു. പ്രതിയെ ഇന്നലെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് 24 ന്യൂസിനൊപ്പം ചേരുകയാണ്. ഈ സംഭവത്തിൽ ഈ പെൺകുട്ടി അതിക്രൂരമായിട്ടുള്ള പീഡനത്തിന് ഇരയായി കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്നത്. എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്? ആസ് പെർ ദ പോസ്റ്റ്മോർട്ടം പ്രിലിമിനറി ഫൈൻഡിങ്സ് പ്രകാരം അദ്ദേഹത്തിന് ഏകദേശം നിയർലി 60 ഇഞ്ചുറീസ് ഉണ്ട്. അതേപോലെ അദ്ദേഹത്തിൻ്റെ കഴുത്ത് നെരിച്ച് പിന്നെ വെള്ളത്തിൽ തലയെ മുക്കി കൊലപാതകപ്പെടുത്തിയിട്ടാണ് പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സ് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ കമ്പൈൻഡ് എഫക്റ്റ് ഓഫ് സ്ട്രാങ്കുലേഷനും മറ്റ് ഡ്രൗണിങ്ങും ഇതിലുണ്ട്. അതേപോലെ ഇദ്ദേഹത്ത് സെക്സ്വൽ അസോൾട്ടും ഉണ്ട്. അപ്പോൾ അതും നമ്മൾ പോസ്റ്റ്മോർട്ടം ഫൈൻഡിങ്സിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇനി അതനുസരിച്ചിട്ടുള്ള കൂടുതൽ വകുപ്പുകൾ നമ്മൾ ഈ കേസിൽ നമ്മൾ ചേർത്ത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ നടത്തും. അതേപോലെ ഈ കേസിലുള്ള ഞങ്ങൾ ഇന്നലെ സംഭവ സ്ഥലത്തിൽ നിന്ന് കുറച്ച് തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട്. ഇനി ഫർദറായിട്ട് കൂടുതലായിട്ട് ഇതിനായിട്ടുള്ള തെളിവുകളും ഇതിനായിട്ടുള്ള വിറ്റ്നസ്സുകളും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒരു അന്വേഷണം നടത്തി ഈ കേസ് നമ്മൾ സമയബന്ധിതമായിട്ട് ചാർജ് കൊടുത്ത് ഈ പ്രതിയെ കസ്റ്റോഡിയൽ ട്രയൽ തന്നെ ചെയ്ത് പ്രതിക്കുള്ള മാക്സിമം ശിക്ഷ കിട്ടാനുള്ള നടപടികൾ ഞങ്ങൾ അതിനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ ഈ പ്രതി ചോദ്യം ചെയ്യലിൽ താൻ കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ഫിസിക്കലായിട്ട് സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പോയില്ല, പീഡിപ്പിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ പ്രതി പറഞ്ഞിരുന്നത്. അതൊക്കെ വിശ്വാസയോഗ്യമായിരുന്നു. അത് മാത്രമല്ല ഈ യുവതിയുമായിട്ട് തനിക്ക് സൗഹൃദം ഉണ്ടായിരുന്നുള്ള കാര്യമൊക്കെ ഈ പ്രതി പോലീസിനോട് പറഞ്ഞ വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഈ നാട്ടുകാർ അതൊക്കെ വലിയ രോഷാകുലരായിരുന്നു. അങ്ങനെ എന്തെങ്കിലും വിവരം പോലീസിനുണ്ടോ? ഇല്ല, ഞങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനുള്ള കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ തൽക്കാലം പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. പ്രതി നേരത്തെ ഒരു അറ്റംപ്റ്റ് ടു മർഡർ കേസ്, അദ്ദേഹത്തിൻ്റെ സ്വന്തം മക്കളെ തന്നെ കൊലപാതകം ചെയ്യാൻ ശ്രമിച്ച കേസിൽ ശിക്ഷയുള്ള ആളാണ്. പിന്നെ ബെയിൽ കിട്ടിയാണ് ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. അപ്പോൾ അതേപോലെ അദ്ദേഹത്തിൻ്റെ ബെയിലിൽ നിന്ന് വന്ന് ഇറങ്ങിയ ശേഷമുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രീവിയസ് കോണ്ടാക്ട് എല്ലാം നിങ്ങൾ പരിശോധിച്ചവരുണ്ട്. അപ്പോൾ എന്താണെന്ന് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് കൂടുതലായിട്ട് പറയാം. എന്തായാലും ഗവിയിലെ യുവതിയുടെ കൊലപാതകത്തിൽ അങ്ങേയറ്റം സത്യസന്ധമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പറയുന്നത്. പ്രതി വിനോദ് കുമാറിന് കടുത്ത ശിക്ഷ തന്നെ വാങ്ങി നൽകും എന്നുള്ള കാര്യവും SP ഉറപ്പ് നൽകുന്നുണ്ട്. ഗവിയിൽ നിന്ന് സഞ്ജയ് ഇക്ബാലിനൊപ്പം ഷിജോ കുര്യൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.